ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് അഞ്ജു ആൻഡ് നിജു. അപ്പോൾ ഇന്നൊരു തോന്നൽ വേർഷൻ ഡോണറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ അഹാന കൃഷ്ണയുടെ തോന്നൽ കേക്കിൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂണ് ഇളം ചൂട് പാലെടുക്കുക. അതിൽ 1-2 പീസ് ചോക്ലേറ്റും കൂടി ഇട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. 2 കപ്പ് മൈദയാണ് ഞാൻ ഈ കേക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷറിംഗ് കപ്പിലാണ് എടുത്തത്. അപ്പോൾ അത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. 2 കപ്പ് മൈദക്ക് 1 കപ്പ് കൊക്കോ പൗഡർ, ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി ഒന്ന് അരിച്ചെടുക്കാം. 3 മുട്ടയാണ് കേക്കിന് ആവശ്യമായിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നമ്മുടെ ആ മുട്ടയുടെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ല ഫ്ലേവർ ആയിരിക്കും കേക്കിന് കിട്ടുക. പിന്നെ ഒരു ചെറിയ പീസ് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കാം. ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ 1/2 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. ഒരു 10 സെക്കൻഡോളം അടിച്ചെടുത്താൽ മതിയാവും. അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി പഞ്ചസാരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും മിക്സ് ചെയ്യാൻ എളുപ്പം. ഞാനിപ്പോൾ ഇവിടെ ഫോക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വിസ്ക് വെച്ചോ ബീറ്റർ വെച്ചോ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എളുപ്പമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തോന്നൽ കേക്കൊക്കെ ഓൾമോസ്റ്റ് സെയിം ബാറ്റർ തന്നെയാണ് വരുന്നത്. അത് കുറച്ചും കൂടെ ഡാർക്ക് കളറാണ്. അപ്പോൾ ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്താണ് നിങ്ങൾ ബാറ്റർ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുക്കണം. നോർമൽ ചോക്ലേറ്റാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ ചോക്ലേറ്റിന് സ്വീറ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര മതിയാവും. അപ്പോൾ ഈ ഒരു മോൾഡ് നമുക്ക് ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി കേക്ക് ഉണ്ടാക്കുന്ന പാത്രം നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 35 മിനിറ്റ്സ് മതിയാവും നമുക്ക് കേക്ക് കുക്കായി കിട്ടാൻ വേണ്ടി. അതിന് മുന്നേ നമുക്കൊരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 2 കപ്പ് ഫ്രഷ് മിൽക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിലേക്കൊരു 3-4 പീസ് ചോക്ലേറ്റ് ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ മോൾഡ് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം. അടച്ച് വെച്ച് ഒരു 35 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. നേരത്തെ സിറപ്പ് ഉണ്ടാക്കിയ ബാക്കി വെച്ചിട്ടാണ് ഞാനിത് സോക്ക് ചെയ്തെടുക്കുന്നത്. പാലും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കുന്നത്. നന്നായി സോക്ക് ചെയ്തെടുക്കണം, എന്നാലും അത്ര കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കേക്ക് നന്നായി സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നടുവിലായിട്ട് ഞാനൊരു പ്ലമ്മാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സ്ട്രോബെറിയോ
സ്പ്രിങ്കിൾസോ എന്ത് വേണമെങ്കിൽ വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സ്ട്രോബെറിയും പ്ലമ്മും വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്, ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് കേക്കാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.